ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ശേഖരിച്ച സാമ്പിളുകൾ SIT ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. സന്നിധാനത്തെ ദ്വാരപാലക പാളികൾ, കട്ടിളപ്പാളികൾ, ശ്രീകോവിലിന്റെ വശങ്ങളിലെ തൂണുകൾ എന്നിവിടങ്ങളിൽ നിന്നും ശേഖരിച്ച 16 സാമ്പിളുകളാണ് ഹാജരാക്കുക. കോടതിയുടെ അനുമതിയോടെ ജംഷഡ്പൂരിലെ ദേശീയ മെറ്റലർജിക്കൽ ലബോറട്ടറിയിലേക്ക് ഇവ അയക്കും. അതേസമയം SIT വലിയ തോതിൽ സാമ്പിളുകൾ ശേഖരിച്ചതോടെ വിടവുകളുണ്ടായ സന്നിധാനത്തെ പാളികളിൽ അറ്റകുറ്റപ്പണി നടത്താൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ സമീപിക്കും. റഹീസ് റഷീദ് തുടരുന്നുണ്ട്. റഹീസ, ഈ പരിശോധന വളരെ നിർണായകമല്ലേ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം? തൂക്കമടക്കമുള്ള, കാലപ്പഴക്കമടക്കമുള്ള കാര്യങ്ങളെല്ലാം വിശദമാകേണ്ടതുണ്ടല്ലോ. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് ഏറ്റവും നിർണായകമായി SITക്ക് കിട്ടേണ്ടത് ഇനി ഈ പരിശോധനാ ഫലമാണ്. ഈ പരിശോധനാ ഫലം VLCCയിൽ നിന്ന് കിട്ടും എന്നതായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യം കരുതിയിരുന്നത്. അതനുസരിച്ചുള്ള പരിശോധനകൾ നടത്തി. പക്ഷേ കൃത്യമായ ഒരു നിഗമനത്തിലെത്താൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി സാമ്പിളുകൾ ശേഖരിച്ച് ജംഷഡ്പൂരിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്തത്. ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജംഷഡ്പൂരിലെ ലാബിലേക്ക് അയക്കുകയായിരിക്കും ചെയ്യുക. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഒരാഴ്ചക്കകം പരിശോധനാ ഫലം കിട്ടുമെന്നതാണ്. ആ ഫലം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഏറെ നിർണായകമാണ് എന്ന് മാത്രമല്ല, ആ ഫലം വന്നതിന് ശേഷമായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് SIT കടക്കുകയും ചെയ്യുക. ശരി, റഹീസ് റഷീദ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പരിശോധനാ ഫലം നിർണായകമാണത് വൈകാതെ കിട്ടും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് SIT ഉള്ളത്. കുറ്റപത്രം സമർപ്പിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് വളരെ വേഗത്തിൽ. ഇത്തവണത്തെ പ്രത്യേകത വലിയ ഭാഗങ്ങളാണ് മുറിച്ചെടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്.